ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു 750 സ്ക്വയർ ഫീറ്റ് ഒരു വീട്, ഒരു ചെറിയ വീട്, ഒരു 2 റൂം, ഒരു ഹാള്, ഒരു സിറ്റ് ഔട്ട്, പിന്നെ ഒരു കിച്ചണ്. അപ്പോൾ അതിൻ്റെ ഒരു 12 DB ആണ്. അപ്പോൾ ആ DB വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയിലാണ്. അപ്പോൾ വയറൊക്കെ വലിച്ചിട്ടുണ്ട്. അപ്പോൾ കളർ കോഡായിട്ട് തന്നെയാണ് വലിച്ചിട്ടുള്ളത്. കളർ കോഡ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ളൊരു കളർ കോഡല്ല. നമ്മൾ ന്യൂട്രലിനെ ബ്ലൂ ആക്കിയിട്ടും എർത്തിനെ ഓൾറെഡി നമ്മൾ ഗ്രീൻ ആക്കിയിട്ടാണല്ലോ, പിന്നെ ബ്ലാക്ക് ഇൻവെർട്ടർ ആക്കിയിട്ടും റെഡ് ഫേസ് ആക്കിയിട്ടൊക്കെ ഉള്ള ഒരു ചെറിയൊരു കളർ കോർഡിനേഷൻ. അത്ര വലിയ നമ്മളെ ബ്രാൻഡഡ് ആയിട്ടുള്ളൊരു കളർ കോർഡിനേഷൻ നമുക്കിതിന് പറയാൻ പറ്റില്ല. നമ്മൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ള. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ RCCBകൾ ഇതാണ് നമ്മളെ ബ്രേക്കേഴ്സ്. അത് RCCB ആണെങ്കിലും 2 MCB ആണെങ്കിലുമൊക്കെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബ്രാൻഡാണ് പോളിഗ്യാബ്. അപ്പോൾ പോളിഗ്യാബിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൻ്റെ 2 MCB, അതുപോലെ 14 amps RCCB, പിന്നെ ബ്രേക്കറുകൾ C6, അതുപോലെ C16. അപ്പോൾ ഇപ്പോഴത്തെ നമ്മളെ ഈ കണ്ടീഷൻ അനുസരിച്ച് C6ൻ്റെ ആവശ്യങ്ങളൊന്നും വരുന്നില്ല. LED ലൈറ്റുകളൊക്കെ ആയതുകൊണ്ട് B6 കേട്ടോ, B6ൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. അതൊക്കെ മാറി B2 അല്ലെങ്കിൽ B1 അങ്ങനത്തെ, അല്ലെങ്കിൽ C1, ഇതൊക്കെ ധാരാളമാണ്. ഇതൊക്കെ കമ്പനികൾ കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് എൻക്വയറി ഷോപ്പുകാർ കൂടുന്നത് ഇല്ലെങ്കിലും, ഷോപ്പിലില്ലെങ്കിലും നമുക്ക് പറഞ്ഞാൽ ഈ വക സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സ്നൈഡറിലുണ്ട്, അതുപോലെ തന്നെ ലെഗ്രാൻഡിൽ അവൈലബിൾ ആണ്, ആവൽസിൽ അവൈലബിൾ ആണ്, അങ്ങനത്തേലൊക്കെ ഉണ്ട്. ഇതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല പോളിഗ്യാബ്. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ഇനി ചാർജ് ചെയ്ത് നോക്കണം. അപ്പോൾ അതിൻ്റെ ചെറുതായിട്ട് നമ്മളൊരു ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെറുതായിട്ട് ഒരു സ്ലീവൊക്കെ നമ്മളെ കണക്ടറൊക്കെ, ടെർമിനൽ കണക്ടറൊക്കെ അടിച്ചിട്ട് ഒരു ലൈറ്റായിട്ട് ഇതിനെ ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. ചെയ്യുന്ന അത് തുടക്കക്കാർക്കാണ്, അതായത് നമ്മളെ എക്സ്പേർട്ടുകൾക്ക് വേണ്ടിയുള്ളതല്ല. അപ്പോൾ നമ്മൾ തുടക്കക്കാർ ചെയ്യുന്ന ഒരു വർക്കിൽ നമ്മളെ കൂടെ പഠിക്കുന്ന പയ്യന്മാരുണ്ട്. അപ്പോൾ അവരെ നമ്മൾ നിന്ന് ഇത് ചെയ്യിപ്പിക്കുകയാണ്. അതായത് എങ്ങനെ വെക്കണം, ഏതൊക്കെ 1 by 1 ആയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഏതെല്ലാം സാധനങ്ങളാണ് വെക്കേണ്ടത്, എത്രയാണ് RCCB. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ തുടക്കത്തിൽ അവരോടും കൂടി പറയുകയാണ്, നമ്മൾ ലോഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് MCBകൾ സെലക്ട് ചെയ്യലെന്ന് അവരോടും കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ ഈ 1 ആമ്പിയർ നമ്മൾ എക്സ്പെഷ്യലി എടുത്ത് പറഞ്ഞു എന്നുള്ളൂ. കാരണം 1ഉം 2ഉം 3ഉം 4 ഒക്കെ അവൈലബിൾ ആണ്. നമ്മൾ ആളുകൾ ചോദിക്കാത്തതും കൊണ്ടാണ്. 1 ആമ്പിയറൊക്കെ ഉണ്ട്. ഞാൻ 1 ആമ്പിയർ മുമ്പ് പരിചയപ്പെടുത്തിയാണ്. നമുക്കിനിയൊരു വീഡിയോയിൽ പിന്നെയും വരാം. പൈപ്പ് ഷാർപ്നെസ്സാണ് കൈ കൊണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഒരു ഓർമ്മപ്പെടുത്തലാണ്. പൈപ്പൊക്കെ കറക്റ്റ് നല്ല ക്ലിയറായിട്ട് ചെത്തി ലെവലാക്കി കളയണം, അല്ലെങ്കിൽ നമ്മളെ കൈയൊക്കെ അവിടെ ഇവിടെയൊക്കെ കോറും. പിന്നെ പുറത്തേക്ക് ഇട്ടിട്ടുള്ളത് 6 ആണ് കേട്ടോ. വയറ് 2 കേബിൾ, ഒരു ചെറിയ ഒരു 50 സെൻറ്റിമീറ്റർ അത്ര ലെങ്ത്തേ പുറത്തേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ എന്തായാലും വിചാരിച്ചു. പിന്നെ അതൊരു സ്റ്റിപ്പറാണ് കേട്ടോ. ഒരു നല്ലൊരു കമ്പനി തന്നെയാണത്. ജസ്റ്റ് ഞാൻ പേര് മറന്നുപോയി. പിന്നെ നമ്മൾ ടെർമിനൽ കണക്ടറുകൾ ഇതിപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 12ൻ്റെ കണക്ടർ അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ്, നമ്മളിത് ഓൺലൈനിൽ വരുത്തുന്നതായതുകൊണ്ടാണ്. അപ്പോൾ ഇത് എടുത്ത് ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ കുറച്ച് നേരം വൈകിയാലും വർക്ക് ഡിലേ വന്നാലൊക്കെ നമ്മൾ ഒരു വർക്കിന് നമ്മളിത് ഫുള്ളായിട്ട് എടുത്ത് ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ഒഴിവാക്കില്ല. അങ്ങനെയാണ് അത്. എൻ്റെ അനുഭവത്തിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഓരോരുത്തർക്കും എങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ലല്ലോ. കാരണം ഇത് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ബാക്കി ഇതിൻ്റെ എല്ലാ ടൂൾസുകളും വേണം കേട്ടോ. ഈ ടൂൾസുകൾ വേണമെന്നല്ല. പിന്നെ ഇതിൻ്റെ വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ ഈ ടൂൾസുകളൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റിയ ഒരു ബെൽറ്റും കൂടി ഉണ്ടെങ്കിലുണ്ടല്ലോ, പിന്നെ ഇത്തരം ടൂൾസുകളെ നമ്മൾ ഉപയോഗിക്കുള്ളൂ, ഇത്തരം ടെർമിനൽസുകളെ നമ്മൾ ഉപയോഗിക്കുള്ളൂ. അതിപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ എടുത്ത് ഫിറ്റാക്കുമ്പോഴൊക്കെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഒന്ന് കുനിഞ്ഞെടുക്കുക, ഒന്ന് കുനിയുക, എടുക്കുക,
പിന്നെ സ്ക്രൂ ഡ്രൈവർ എടുക്കാൻ കുനിയുക, കട്ടർ എടുക്കാൻ കുനിയുക. അപ്പോൾ ഇതിനൊക്കെ ഉള്ള ഒരു ബെൽറ്റ് ഉണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 600-700 രൂപയിൽ ഉള്ള ഒരു ബെൽറ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും ആ ബെൽറ്റുമായിട്ട് കെട്ടിയിട്ട് പ്രൊഫഷണലായിട്ട് എങ്ങനെയാണ് ഒരു മാക്സിമം സ്പീഡപ്പ് ആക്കിയിട്ട് ചെയ്യാനുള്ളൊരു പരിപാടി. ഇതിനെ ഒന്ന് സ്പീഡാക്കി നോക്കണം. എത്രത്തോളം സ്പീഡാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും, പ്രൊഫഷണലായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതുകൂടി ഒരു പരീക്ഷണം നടത്തണം. അപ്പോൾ ഇതിപ്പോൾ നമ്മളെ ഡ്രില്ലാണ് കേട്ടോ. ഡ്രില്ല് കോഡ്ലെസ് ഡ്രില്ലാണ്, ടൈറ്റ്നറാണ്. വളരെ ചീപ്പുള്ള വിലക്ക് ഇപ്പോൾ 1200-1500 ടൈറ്റ്നർ കിട്ടും. അപ്പോൾ ആ ടൈറ്റ്നറൊക്കെ വെച്ച് ടൈറ്റ്നറിൻ്റെ 3 ഇട്ട് കഴിഞ്ഞാൽ അത് ക്ലച്ച് സെൽഫിലേക്കാണ്ട് പോയി കഴിഞ്ഞാൽ കറക്റ്റ് ടൈറ്റ് ആയിരിക്കും. നമുക്ക് ഓവർ ടൈറ്റ് ഫീൽ ചെയ്യൂല. ഇതെല്ലാം നല്ല നല്ല ഉപകാരമുള്ള സാധനങ്ങളാണ് ഈ വക സാധനങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ വെച്ച് നമ്മൾ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാമത്തെ വർക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളത് എടുത്ത് ചെയ്തോളും. അതിനുള്ള കണ്ടീഷനുള്ള ടൂൾസുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം വേണം കേട്ടോ. എല്ലാം ഒറ്റയടിക്കെല്ലാം മേടിക്കണം എന്നല്ല പറയുന്നത്. ഘട്ടങ്ങളായിട്ട് ഓരോന്നും നമ്മൾ അപ്ഡേഷന് മൊത്തത്തിൽ നമ്മൾ അടിമുടി നമ്മളെ വർക്കിൽ അപ്ഡേഷൻ കൊണ്ടുവരണം. നമ്മളെല്ലാം സേഫായിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാം ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ടൂൾസ് മേടിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അപ്പോൾ ഇനി നോർമലായിട്ടുള്ള ബാക്കിയുള്ള വയറുകളൊക്കെ കണക്ഷൻ കൊടുത്ത് നമുക്ക് IR ടെസ്റ്റ് നടത്തേണ്ട ആവശ്യമുണ്ട്. IR ടെസ്റ്റിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു വീഡിയോ നമ്മളിതിൻ്റെ തൊട്ട് ശേഷം മുമ്പല്ല ശേഷം IR ടെസ്റ്റിൻ്റെ ഒരു വീഡിയോ നമ്മൾ വിടും. ഇതന്നെ നമുക്ക് ടെസ്റ്റ് നടത്താം. IR വാല്യൂ ടെസ്റ്റ് നടത്തുന്നത് എങ്ങനെയെന്നും അതിന് വാല്യൂ എത്രയാണെന്നും പുതിയ വയറിന് എത്ര വാല്യൂ ഉണ്ടെന്നും പഴക്കം ചേർന്ന വയറിന് എത്ര വാല്യൂ ഉണ്ടെന്നൊക്കെ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റിയ ടെസ്റ്റാണ് IR ടെസ്റ്റ്. അത് നടത്താം. ഓക്കെ.